ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് ആട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുള്ള വ്ളോഗിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്നാക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവാളയും ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 എടുക്കാം കേട്ടോ. മീഡിയം സൈസുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 4 5 എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിതൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് വഴന്ന് പോകരുത്. ഈ ഒരു സവാളിൻ്റെ ക്രഞ്ചിനെസ് വേണ്ട. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഞാൻ 2 കളറുള്ള ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്, ഗ്രീനും ഓറഞ്ചും. അപ്പോൾ ഒരു 2 വലിയ ക്യാപ്സിക്കാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കളറിലുള്ള ക്യാപ്സിക്കം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ എടുത്തിട്ടുള്ളത് 200 ഗ്രാമാണ്. അപ്പോൾ അത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. സവാളയും ക്യാപ്സിക്കൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും ക്യാപ്സിക്കൊക്കെ ആ ഒരു ക്രഞ്ചിനെസ്സോട് കൂടി ഉണ്ടാകുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു മീറ്റ് മസാലൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് 2 ഫില്ലിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫില്ലിംഗ് ആണ് കേട്ടോ ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കോഴിമുട്ട വേണം. അപ്പോൾ ഞാനൊരു 4 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കോഴിമുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി കോഴിമുട്ടയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും കൂടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 കപ്പോളം സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളിയും സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. തക്കാളി മല്ലിയിലയും മാത്രം ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുത്തബക്കിന് വേണ്ട 2 ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുത്തബക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ എടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഷീറ്റാണ് കേട്ടോ. മുത്തബക്കിൻ്റെ റെഡിമെയ്ഡ് ഷീറ്റ് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്വീറ്റ്സിൻ്റെ ആണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലെ റെഡിമെയ്ഡ് ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ വെച്ചിട്ട് ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഇങ്ങനെ റെഡിമെയ്ഡ് ഷീറ്റ് ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യാന്നുള്ളൂ. ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് ഞാനതൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഒരു 1 2 ടേബിൾ സ്പൂൺ ആ ഒരു അളവിൽ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ഒരുപാട് കുത്തി നിറക്കേണ്ട. അപ്പോൾ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ റെഡിമെയ്ഡ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് മുട്ടയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ ഫില്ലിങ്ങും ഒരു 1 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 2 സൈഡൊന്നും നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് പശാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ടൊന്ന് ജസ്റ്റ് മൈദ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കിയെടുക്കാം.
നമ്മളിതുപോലെ മടക്കിയെടുത്ത ശേഷം ഈ ഒരു സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നില്ലേ, അപ്പോൾ അത് മൈദ വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലൂടെ ഫില്ലിങ് പുറത്ത് വരുന്നില്ല, കാരണം നമ്മൾ ആ ഒരു ഭാഗമാണ് ഫസ്റ്റ് കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ മുട്ടേൻ്റെ ഫില്ലിങ് ഉള്ളതുകൊണ്ട് തന്നെ മുട്ട കുക്കായി വരുമ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ അതൊക്കെ ക്ലോസ് ആയിക്കോളും. ആ ഒരു ഭാഗത്ത് കൂടെ ഫില്ലിങ് പുറത്തൊന്നും വരില്ല. നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫില്ലിങ് ഒരുപാട് വെക്കരുത്. ഫില്ലിങ് ഒരുപാട് വെക്കുമ്പോഴാണ് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. ബീഫിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും മുട്ടൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും കുറേശ്ശെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ മുത്തബക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഓയിൽ മതി കേട്ടോ. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുത്തബക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുത്തബക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗമാണ് കേട്ടോ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗമാണ് ആദ്യം കുക്കായി വരേണ്ടത്. അങ്ങനെ വെച്ച് കൊടുത്താലുള്ളൂ നമ്മൾ ആ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നന്നായിട്ട് പ്രസ്സായിട്ട് അതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. അതുപോലെ നമ്മൾ പറഞ്ഞില്ല, ആ ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഓപ്പണായി കാണുന്നത് അതൊരു മുട്ടൻ്റെ ഫില്ലിംഗ് ഒക്കെ കുക്കായിട്ട് വരുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു സൈഡ്. അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുത്തബക്കിൻ്റെ 2 സൈഡും ഒരു 3 മിനിറ്റ് വീതം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നന്നായിട്ട് ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സൈഡ് ഇതുപോലെ 2 ചട്ടകോ അല്ലെങ്കിൽ സ്പാച്ചിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഇതിൻ്റെ 4 സൈഡും നമുക്കിതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സിമ്പിളല്ലേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ചായൻ്റെ കടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. ഇതിൽ അത്യാവശ്യം വെജിറ്റബിൾസും മുട്ടയും ബീഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയറ് ഫുള്ളാവും. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, അധികം ഓയിലൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു മുത്തബക്കിൻ്റെ 4 സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ഉള്ളൂ കേട്ടോ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ എടുക്കുന്ന ടൈം. ഇത് നമ്മൾ ഒരു വലിയ പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 ഒരുമിച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 7 കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 3 ഇതുപോലെ പാനിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 4 ഞാൻ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എയർ ഫ്രയർ റെസിപ്പീസ് ചോദിച്ചവരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. എയർ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നമ്മളിതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം താഴെ വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇത് ഫ്രൈ ആയിട്ട് വരും. എയർ ഫ്രൈ ചെയ്തും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ പാനിൽ ചെയ്തെടുക്കുകയാണെങ്കിലും എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഒക്കെ ചൂടോടെ കഴിക്കണം കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ റെസിപ്പി ചോദിച്ചവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ബീഫിൻ്റെ മുത്തബക്ക് കഴിക്കാൻ. ഞാനിപ്പോൾ ഒരു 7 മുത്തബക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത്രയും ഫില്ലിങ് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു സിബ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഇനി ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കൊരു 6-7 മുത്തബക്ക് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളിതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിക്കാം കേട്ടോ, കേടായി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണിക്കൂറൊക്കെ മുമ്പായിട്ട് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ബീഫ് മുത്തബക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ബീഫ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുത്തബക്ക് കഴിക്കാൻ. നമുക്ക് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല ഇഫ്താർ റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ.